ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ മൂന്നാളും റെഡിയായി നിൽക്കുന്നത് ഇന്ന് ഒരു റിസപ്ഷൻ ഉണ്ട് കേട്ടോ. വെഡ്ഡിങ് റിസപ്ഷന് വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്നും പോകണം, ഇക്കായെ ഷോപ്പിൽ നിന്നും പിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും യാത്ര സ്റ്റാർട്ട് ചെയ്യാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കണ്ട് പോകാം കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. വെഡ്ഡിങ് റിസപ്ഷന് പോയെങ്കിലും പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പോകെ പോകെ നമുക്കതൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മളിത് ഇക്കയുടെ ഷോപ്പ് എത്താനായിട്ടുണ്ടായിരുന്നു. നമ്മളെ കണ്ടിട്ട് ഇക്ക ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് ഈ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇക്കയുടെ അവിടെ നിന്നാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ കാറിലൊക്കെ കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി ബ്ലോക്ക് തന്നെ സ്റ്റാർട്ടിങ്ങിലേക്ക് കിട്ടി കേട്ടോ. അവിടെ ട്രാഫിക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇശലും വാപ്പിയും കളിച്ച് ഇശലങ്ങ് ഉറങ്ങിപ്പോയി. ആയിഷ നസറിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, പക്ഷെ ഉറങ്ങിയില്ല കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ട് ആളിരിക്കുന്നുണ്ടായിരുന്നു. കുറേ അങ്ങ് കല്യാണ വീട് എത്താനായ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അടിപൊളി മഴയായിരുന്നു. ശേഷം നമ്മളിതേ കല്യാണ വീട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഭാഗ്യത്തിന് മഴയൊന്ന് തോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇക്കയുടെ കസിൻ ബ്രദറാണ്, ഇക്കയുടെ ഫാമിലിയിലാണ് വെഡ്ഡിങ് റിസപ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ കല്യാണ വീടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി എല്ലാവരെയും ഒന്ന് കണ്ട് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം ഇൻഷാ അല്ലാഹ്. ഇതാണ് നമ്മുടെ ബ്രൈഡും ഗ്രൂമും. നമ്മൾ ഒരു കല്യാണത്തിന് പോയാലും റിസപ്ഷന് പോയാലും ആദ്യം കാണാൻ പോകുന്നത് ബ്രൈഡിനെയും ഗ്രൂമിനെയും ആയിരിക്കും അല്ലേ. അപ്പോൾ ബ്രൈഡും ഗ്രൂമും ഇതാണ് കേട്ടോ. ഇനി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ പോയി പരിചയപ്പെട്ടിട്ട് വരാം. ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണല്ലേ പരസ്പരം എല്ലാവരെയും കാണാൻ പറ്റുന്നത്. അപ്പോൾ പരസ്പരം കാണാൻ പറ്റുന്ന ഒരവസരങ്ങളും ഞാൻ മിസ് ചെയ്യാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ എല്ലാവരെയും ഒരുമിച്ച് കാണുക എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ എല്ലാവരും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും മട്ടനുമാണ്. ഈശൽ കറി വേണ്ടായിരുന്നു, ഒഴിച്ചും പോയി. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഈശൽ നിന്നും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പൊറോട്ടയും മട്ടനും കഴിക്കട്ടെ കേട്ടോ. ഇശല് ആ കറിയും കൂട്ടി കഴിക്കുവാണെങ്കിൽ ലാസ്റ്റ് ഐസ്ക്രീം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊക്കെ കറിയൊന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും പറഞ്ഞതില്ലേ ഐസ്ക്രീം കൊടുത്തില്ലേ പറ്റൂ. അങ്ങനെ ഇരുന്ന സ്ഥലത്ത് തന്നെ ഐസ്ക്രീം ആയിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നേരത്തെ കാണാത്തവരെയൊക്കെ പോയി കണ്ട് പരിചയപ്പെട്ടിട്ട് വരാം. ബ്രൈഡും ഗ്രൂമും ബിസിയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ലൈറ്റ്സും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ വീട് ഈ കല്യാണ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അങ്ങോട്ട് പോകാൻ വേണ്ടി ക്ഷണിക്കുകയും കുറേ കാലം കൂടി കണ്ട വിശേഷം പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഇക്കയുടെ കസിൻ ബ്രദർ വന്നിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും വ്ളോഗിൽ ഉൾപ്പെടുത്തിക്കൊള്ളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ മാപ്പിയും മോളും മക്കളും കൂടെ ഇറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ വീണ്ടും അവിടെ നിന്ന് സംസാരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ഇശല് വന്ന് വിളിക്കുന്നുണ്ട്, വാപ്പി വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന സമയത്തിന് തന്നെ ആൾ ഇപ്പുറത്തെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് വന്നു കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അന്ന് വന്ന പാലുകാച്ചിന് വന്നിട്ട് പോയതാണ്. പിന്നെ അത് ഇന്നാണ് വരുന്നത്. ഇശലിൻ്റെ പ്രായത്തിലുള്ള ഒരു കളിക്കൂട്ടുകാരി അവിടെ പോയപ്പോൾ ഇശലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇരിക്കുന്നിടത്തു നിന്നൊന്നും അനങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അതിൽ നിന്ന് ഒരു ചോക്ലേറ്റ് ചോദിച്ചപ്പോൾ ആയിഷ നസറിനെ കൊടുത്തു. ഇശല് അങ്ങനെ ഇരിക്കുകയാണ്. ഇശലിന് നേരെ പോയിട്ട് മോള് നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. ശേഷം രാത്രിയായി. അപ്പോൾ ഇനി എന്തായാലും വൈകിക്കേണ്ട, നമുക്ക് അങ്ങ് എത്താനുള്ളതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും യാത്ര തിരിച്ചു കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഇനിയാണ് അങ്ങോട്ട് വിശേഷങ്ങൾ. ഇനി നമ്മൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് നൈറ്റ് വ്യൂസ് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അവിടെ നിന്നും യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ശേഷം ദഹിക്കാക്ക് ഒരു കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇശല് ബാക്കിലുണ്ട് കേട്ടോ, കിടക്കുവാണേ. ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് വരുന്നത് കേരള നിയമസഭാ മന്ദിരമാണ്, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇതിൻ്റെ നൈറ്റ് വ്യൂ ആണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ദിവസം പകൽ ഇതിൻ്റെയൊക്കെ വ്യൂ കാണിച്ചു തരാം കേട്ടോ.
ശേഷം നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ സ്റ്റേഡിയം, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയമാണ് കേട്ടോ പാളയം. ശേഷം തൊട്ടടുത്ത് തന്നെ 3 വർക്ക്ഷീപ്സ് ആണ് ഒരുമിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് ഈ ചേർച്ച്, പാളയം ചർച്ച്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് പാളയം മോസ്ക്. കണ്ടോ, വലതും ഇടതുമായിട്ടാണ് ഇരിക്കുന്നത്. ആ മോസ്കിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ടെമ്പിളും വരുന്നത്. നമുക്കിത് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അത് കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, ശേഷം കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സെക്രട്ടേറിയറ്റിൻ്റെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇക്കാക്ക് ഇറങ്ങാൻ ടൈമായിട്ടുണ്ട്, ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഇക്കാക്ക് ഷോപ്പിൽ കയറണം. അപ്പോൾ നമ്മളെ നേരെ ഇവിടെ ഇറക്കി തന്നു. നമ്മളിവിടെ നിന്ന് കാർ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇശൽ എണീച്ചിട്ടുണ്ടായിരുന്നു. ഇശലിൻ്റെ സ്നേഹപ്രകടനങ്ങളാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അങ്ങനെ നമ്മളതേ വീടെത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തന്നോളൂ. നമ്മുടെ പുതിയ ചാനലാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇനി അടിപൊളി വീഡിയോസുമായിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ, ഇൻഷാ അല്ലാഹ്.